നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഫ്ലെക്സ് വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സർവീസ് സംഘടനാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിക്കെതിരായ ഫ്ലെക്സ് ഇടതനുകൂല സംഘടനകളും പിണറായി വിജയനെതിരായ ഫ്ലെക്സ് കോൺഗ്രസ് അനുകൂല സംഘടനകളും സ്ഥാപിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. സംഘർഷം മൂർച്ഛിച്ചതോടെ സെക്രട്ടേറിയറ്റിനുള്ളിലെ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും പോലീസ് എടുത്തുമാറ്റി. ഇവർ ഹാജൂർ കച്ചേരിയുടെ ഐശ്വര്യം എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രിയും സരിതയും ഒന്നിച്ചു നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഇന്നലെ വൈകുന്നേരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിന് തൊട്ട് സമീപമായി തന്നെ ഇരുവരുടെയും ഫോട്ടോ വെച്ച് അടികപ്പ്യാരെ കൂട്ടമണി എന്ന തലക്കെട്ടിൽ മറ്റൊരു ഫ്ലെക്സും ഇടതനുകൂല സംഘടനകൾ സ്ഥാപിച്ചു. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പദവി മോഹിയുടെ മൊഴിക്കുത്തുകൾ എന്ന തലക്കെട്ടോടുകൂടി പിണറായി വിജയൻ നടത്തിയ വിവാദ പരാമർശങ്ങൾ അടങ്ങിയ ഒരു ഫ്ലെക്സ് ബോർഡ് വലതനുകൂല സംഘടനകളും സ്ഥാപിച്ചു. ഇതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ചേരിതിരിഞ്ഞ് ഇന്ന് രാവിലെ തർക്കമുണ്ടായത്. തർക്കം രൂക്ഷമായതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷവും ഉടലെടുത്തു. പോലീസുകാരെത്തി ജീവനക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 1.5 മണിക്കൂറോളം നിന്ന സംഘർഷത്തിനൊടുവിൽ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനുള്ളിൽ സ്ഥാപിച്ച മുഴുവൻ ഫ്ലെക്സുകളും പോലീസ് എടുത്തു മാറ്റി. ഇതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ ആക്ഷേപഹാസ്യം അതിരുവിടുന്നുവോ എന്നതാണ് ബിഗ് സ്റ്റോറിയുടെ ചോദ്യം. ശ്രീ ബിജുക്കുട്ടൻ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് അസോസിയേഷന്റെ പ്രതിനിധി, ഇടത് സംഘടനയാണ്. ശ്രീ BRM ഷഫീർ കോൺഗ്രസ് നേതാവ്, ശ്രീ രാകേഷ് സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഗ്രൂപ്പായ ഇന്റർനാഷണൽ ചളു യൂണിയൻ്റെ അഡ്മിൻ പാനൽ അംഗമാണ് അദ്ദേഹം. എന്നിവർ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ പ്രേക്ഷകർക്ക് ഫേസ്ബുക്കിൽ അഭിപ്രായം കുറിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റിൽ അഭിപ്രായം വോട്ടായി രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയാനും അവസരമുണ്ട്. ആദ്യം ശ്രീ ബിജുക്കുട്ടൻ, ഇന്ന് നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം എല്ലാം മാറ്റിവെച്ച് ഈ നിലയ്ക്ക് ഒരു തെരുവ് യുദ്ധം ഉണ്ടാക്കാനും അവിടത്തേക്ക് പോലീസിനെ വിളിച്ചു വരുത്താനുണ്ടായ സാഹചര്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശം നിങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ആദ്യമേ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, ഈ പറയുന്ന തരത്തിൽ അനിഷ്ട സംഭവത്തിന് ഇടയാക്കിയ ബോർഡ് ആദ്യം വെച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അല്ല. ഈ പറയുന്ന അനിഷ്ട സംഭവത്തിന് ഇടയാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള അദ്ദേഹം ഒരു ജനപ്രതിനിധി പോലുമല്ല. സാക്ഷാൽ ശ്രീമാൻ പിണറായി വിജയനെ വളരെ മ്ലേച്ഛമായ പദാവലികളാൽ അവഹേളിച്ചുകൊണ്ട് ബോർഡ് വെച്ചത് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. 2 ആഴ്ച കാലയളവിലായി സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ ആ ബോർഡ് ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കത്തിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കോ എംപ്ലോയീസ് അസോസിയേഷനോ സെക്രട്ടേറിയറ്റ് ജീവനക്കാരോ പോയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി പോലും അല്ലാത്ത ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ അകാരണമായി സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൻ്റെതായ തരത്തിലേക്ക് ചർച്ചയ്ക്ക് വലിച്ചിഴച്ച സാഹചര്യത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചില കാർട്ടൂണുകൾ സാന്ദർഭികവശാൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു ബോർഡായി സ്ഥാപിക്കാനുണ്ടായത്. അത് ഇന്നലെ 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ സ്ഥാപിച്ചത്. ആ ബോർഡിനെ സംബന്ധിച്ച് ആക്ഷേപം വന്ന പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ബോധ്യമുള്ള സംഘടന എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആ ബോർഡുകൾ എല്ലാം തന്നെ ഇന്നലെ 10 മണിയോടുകൂടി നീക്കം ചെയ്തിട്ടുള്ളതാണ്. വളരെ വ്യക്തമായി ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് 2 ആഴ്ച കാലമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ ശ്രീമാൻ പിണറായി വിജയനെ വ്യക്തിപരമായി അവഹേളിക്കുന്ന ഭരണാനുകൂല സംഘടനയുടെ ബോർഡും നീക്കം ചെയ്യപ്പെടുമെന്നാണ് ധരിച്ചത്. പക്ഷെ അതുണ്ടായില്ല. നിർഭാഗ്യകരമായി ഇന്ന് രാവിലെ 10 മണി വരെയും ജീവനക്കാർ വരുമ്പോൾ ആ ബോർഡ് മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ BRM ഷഫീർ, KPCC മീഡിയ സെൽ അംഗം ഷഫീർ, ഇത് കേൾക്കുന്നുണ്ടോ? അതായത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് അവിടുത്തെ ജീവനക്കാർ വേറെ 100 കൂട്ടം പണിവുള്ളവരാണ്. പക്ഷെ അവർ ഇത്തരം കാര്യങ്ങൾ വ്യാപൃതരാകുന്നുമുണ്ട്. അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുന്നു പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ അവിടെ ബാനറായി ഉയർന്നപ്പോൾ അത് പ്രതിഷേധത്തിന് വഴിവെക്കുന്നു. അത് വലിയ തെരുവ് യുദ്ധത്തിൻ്റെ മോഡിലേക്ക് കാര്യങ്ങൾ പോവുകയും ഉണ്ടായി. അതുകൊണ്ടാണ് പോലീസിന് അവിടെ വരേണ്ടി വന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അവരുടെക്കെതിരായി ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ, അതിൽ വിമർശനം ഉന്നയിക്കുന്നതിനൊരു പരിധി വേണം. ആക്ഷേപഹാസ്യമായാലും എത്രത്തോളം സാമൂഹ്യ അന്തരീക്ഷം മലിനമായാലും ആളുകൾ ഒരു മയത്തിൽ വിമർശനം ഉന്നയിച്ചാൽ മതി, മുഖ്യമന്ത്രിയാണെന്ന പരിഗണനയൊക്കെ വേണം എന്നാണോ? ആശയപരമായി വിമർശിക്കാൻ കഴിയാത്തവരുടെ അല്ലെങ്കിൽ ആശയപരമായി സംസാരിക്കാൻ കഴിയാത്തവരുടെ അവസാനത്തെ ആയുധമാണ് അപവാദ പ്രചരണം. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ നിയമലംഘനവും ഞങ്ങളാണ് ബോർഡ് വെച്ചതെന്ന് ശ്രീ ബാബുക്കുട്ടന്റെ അഭിപ്രായം ഈ ചാനലിലൂടെ പുറത്തു വരുമ്പോൾ അത് ക്രിമിനൽ കേസ് എടുക്കാവുന്ന തരത്തിലുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ?
ഇപ്പോ നേരത്തെ ബഹുമാന ശ്രീ ബാബുക്കുട്ടൻ പറഞ്ഞു, സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാർ ബോർഡ് വെച്ചതുകൊണ്ട് ഞങ്ങൾ വെച്ചു. ഞാനിപ്പോ പറയുന്നു, ഈ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയനെതിരായിരുന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നാലും ആർക്കെതിരായിരുന്നാലും വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്തുകൊണ്ടുള്ള അപവാദ പ്രചരണങ്ങൾ, സദാചാര ലംഘനപരമായിട്ടുള്ള ബോർഡ് വെക്കലുകൾ കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ നിയമസഭയുടെ എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് സരിതയെ ആസ്വദിച്ച, സരിതയെ ഉപയോഗിച്ച ഉമ്മൻചാണ്ടി എന്ന വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ പാർട്ടിയുടെ ഉദ്യോഗസ്ഥ സംഘടന ഇതിന്റെ അപ്പുറവും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, കേരളത്തിൽ സഖാവ് പിണറായി വിജയനെ എതിരായിട്ട് വെച്ചു പറയുന്ന ബോർഡ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആ ബോർഡിൽ പറയുന്ന വാചകം എന്താണെന്നറിയോ, ഒരു മുഖ്യമന്ത്രി മോഹിയുടെ മൊഴിമുത്തുകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി മോഹിയായിട്ടുള്ള ഒരാളിന്റെ നിരവധി തരത്തിലുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു ബോർഡ് വെച്ചപ്പോ ആ ബോർഡിനെ ന്യായീകരിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. രാകേഷ് ICUവിന്റെ അഡ്മിൻ പാനൽ അംഗമാണ്. രാകേഷ്, നിങ്ങളിത് കേൾക്കൂ. നിങ്ങൾ അടക്കമുള്ള ഗ്രൂപ്പുകൾ പുറത്തുവിടുന്ന കാർട്ടൂണുകൾ ബാനറായി ഉയർത്തിയാണ് അവിടെ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായും UDF സർക്കാരിനെതിരായും വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ നിലയ്ക്ക് മലീമസമാണ് രാഷ്ട്രീയ രംഗമെന്ന വിമർശനം പലരും ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ അതിനോടൊക്കെയുള്ള സമീപനം പൗരൻ പുലർത്തേണ്ടത് കുറച്ച് മിതത്വമുള്ളത് മതി എന്നാണ് ചിലരുടെ വാദം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ ഇത്തരം ആക്ഷേപങ്ങൾ വേണമെങ്കിൽ കേസെടുക്കാൻ കഴിയുന്നതാണെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നത് സോഷ്യൽ മീഡിയയിലാണല്ലോ. അപ്പോൾ മിതത്വം വേണമെന്ന ആവശ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതായത് സോഷ്യൽ മീഡിയയിൽ ട്രോളിംഗ് എന്നത് ഒരു രസമായി മാറിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല, ട്രോളിംഗ് ഒരുപാട് വർഷമായിട്ടും ആളുകളുടെ മനസ്സിലുണ്ട്. കേരളീയർ ട്രോളിംഗ് ഒരു പ്രധാന വിനോദമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ്. അത് സോഷ്യൽ മീഡിയ ഉണ്ടായ ഒരു പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല ഈ ട്രോളിംഗ്. പക്ഷേ ട്രോളിങ്ങിൽ വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു രീതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ICU പോലൊരു ഗ്രൂപ്പിൽ 1,00,000-ലധികം മെമ്പേഴ്സ് ഉണ്ട്. അവർ പലരും അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ ഒരുപാട് ട്രോളുകൾ ചെയ്യാറുണ്ട്. ആ ട്രോളുകൾ പലപ്പോഴും വ്യക്തിഹത്യ രീതിയിൽ പോകാറുണ്ട്. കാരണം ചില വെറും ആരോപണങ്ങൾ, വെറും രാഷ്ട്രീയ ആയുധമാവുക എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ നിലപാടുകൾ ട്രോളുകളാവുന്നത് അനുവദനീയമാണ്. രാഷ്ട്രീയ നിലപാടുകൾ, അതായത് പരാമർശങ്ങളെയോ പ്രസ്താവനകളെയോ നിലപാടുകളെയോ രാഷ്ട്രീയത്തെയോ ഒക്കെ ട്രോൾ ചെയ്യാം. അത് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ വ്യക്തിപരമായി പോകുമ്പോൾ ഒരാളുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെയോ ബാധിക്കുന്ന തരത്തിൽ ട്രോളുകൾ പോകുന്നത് ഒട്ടും ആശാവഹമല്ല. അതിൽ സത്യം പറഞ്ഞാൽ നിയമപരമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കില്ല എന്നുള്ള രീതിയിൽ നിയമങ്ങൾ വന്നാൽ പോലും ഈ വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ കൃത്യമായി അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം വേണമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പേജിൻ്റെ ഒരു നിലപാട് എന്ന രീതിയിൽ പുറത്തു വരുന്ന പോസ്റ്റുകളിലൊന്നും ഈ രീതിയിലുള്ള വ്യക്തിഹത്യകൾ ഉൾപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും വ്യക്തിഹത്യ അനുവദിക്കുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളുടെ ICU. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ഞങ്ങളുടെ പേജിൽ പബ്ലിക്. രാകേഷ്, പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും സരിതയെയും ചേർത്ത് വെച്ചുള്ള നിരവധി തമാശ ചിത്രങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ആ നിലയിൽ വിമർശനം ഉന്നയിക്കാൻ തക്ക വിധമുള്ള രാഷ്ട്രീയ സാഹചര്യം സർക്കാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിമർശനം ഉയരുന്നത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇത് പലപ്പോഴും രാഷ്ട്രീയ ആയുധമാകുന്നതാണ് ഈ ട്രോളിങ്. അത് പലപ്പോഴും വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ഗോപൻ. പറയൂ ഗോപൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ ഹലോ പറയൂ വേഗം. അതാണ്, താങ്കൾ ആദ്യം TV ശ്രദ്ധിക്കൂ. ശ്രീ ബിജുക്കുട്ടൻ, ഇക്കാര്യത്തിൽ നിങ്ങൾ ഉയർത്തിയ ഫ്ലെക്സിനെ ചൊല്ലിയാണ് വലിയ വിവാദം അവിടെ ഉണ്ടായതും സംഘർഷാത്മക സാഹചര്യം ഉണ്ടായതും. അവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കും വിധമുള്ള പരാമർശങ്ങളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ അവിടെ ഫ്ലെക്സ് ഉയർത്തിയിട്ടുള്ളത്. ഒരു സർവീസ് സംഘടനയാണ് നിങ്ങൾ, സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്കിതിനൊക്കെ ഒന്നാമത് നേരം കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, ഈ തരത്തിൽ ഭരണാധികാരികളെ അങ്ങേയറ്റം വ്യക്തിഹത്യ ചെയ്യും വിധത്തിൽ പോസ്റ്ററുകൾ ഉയർത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അത് ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്കതിന് അധികാരപരിധിയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കാത്തതെന്തേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ ആ ബോർഡ് സ്ഥാപിച്ചത്. ഇവിടെ ശ്രീമാൻ ഷഫീർ വളരെ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് ഇതിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് ആദ്യം സൂചിപ്പിച്ചത്.
ഈ വ്യക്തിഹത്യയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ പിണറായി വിജയനെതിരെ കൊടുത്ത ആരോപണങ്ങളെ സംബന്ധിച്ച് വളരെ ലഘൂകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് തമസ്കരിക്കപ്പെടുന്നത്. പൈതൃക സ്മാരകം എന്നറിയപ്പെടുന്ന പഴയ നിയമസഭാ സമുച്ചയം കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഫ്ലക്സ് ബോർഡുകളാൽ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ അവിടെ മുഴുവൻ ആ സെക്രട്ടേറിയറ്റ് ക്യാമ്പസ് ആകെ മലീമസമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അനിഷ്ട സംഭവത്തിന് ആധാരമായ വസ്തുത ശ്രീമാൻ പിണറായി വിജയന് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാനുകൂല സംഘടന വെച്ച ബോർഡാണ് എന്നുള്ള പരമമായ സത്യം ഇവിടെ തമസ്കരിക്കപ്പെടുകയാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. ഇവിടെ നിന്നാണ് ഈ സംഘർഷത്തിന്റെ മൂലകാരണം ഉണ്ടായിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഈ പറയുന്ന തരത്തിലേക്കുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. അവിടെ വേറൊരു കാര്യം പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾ അത് ചർച്ച ചെയ്യണം, ഞങ്ങൾ ഇന്നലെ 11 മണിയോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകരെത്തി ഞങ്ങൾ തന്നെ നീക്കം ചെയ്തതാണ്. സാധാരണഗതിയിൽ ഉത്തമ ജനാധിപത്യ ബോധം പുലർത്തുന്ന കോൺഗ്രസ് അനുകൂല സംഘടനകൾ, ഭരണാനുകൂല സംഘടനകൾ പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുന്ന ബോർഡ് മാറ്റാൻ നിർബന്ധിതരായിരുന്നു. അവർ നിർഭാഗ്യവശാൽ ചെയ്തില്ല. സ്വാഭാവികമായിട്ട് നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രവർത്തകർ അത് ചെയ്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. മറിച്ച് ഈ അനിഷ്ട സംഭവത്തിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പോഷക നേതാവ്, കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി ഈ സംഭവത്തിന്റെ പേരിൽ മറവിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്യുവാനും ഞങ്ങളെ കൈകാര്യം ചെയ്യുവാനും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ആവർത്തിച്ചു പറയാനുള്ള വാദം ശ്രീ ബിജുക്കുട്ടൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നിങ്ങൾക്ക് പദ്ധതി ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുമ്പോഴും ശ്രീ ബിജുക്കുട്ടൻ നിങ്ങൾക്ക് വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾ ആവർത്തിക്കുന്നു. അടികപ്പ്യാരെ കൂട്ടമണി എന്ന ചലച്ചിത്രത്തിന്റെ പോസ്റ്റർ എടുത്ത് അവിടെ തല വെട്ടിവെച്ച് ഈ തരത്തിലൊരു മസാല പോസ്റ്റർ സ്ഥാപിക്കുകയാണോ ശരിയായ രാഷ്ട്രീയ വിമർശനത്തിന്റെ വഴി? അത് നിങ്ങളെപ്പോലെ സർവീസ് സംഘടന എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വീകരിക്കേണ്ട, പൊതുജനങ്ങൾക്ക് കടന്നു വരേണ്ടുന്ന ഒരിടത്ത് സ്ഥാപിക്കൽ, അതാണോ നിങ്ങളുടെ നിലവാരമുള്ള പ്രതിഷേധ മാർഗം? അത് നിങ്ങൾ ചെയ്തല്ലോ, അത് സ്വാഭാവികമായും പ്രകോപനമുണ്ടാക്കും. തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച വിമർശനത്തിന്റെ കാതൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേരം കിട്ടുന്നുണ്ടോ, ജീവനക്കാരുടെ സംഘടനകൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുള്ള ചോദ്യം എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ വളരെ വ്യക്തമായ തരത്തിലുള്ള ജീവനക്കാരുടെ കാര്യക്ഷമത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ വളരെ പൂർണ്ണമായിട്ടും സജ്ജമായ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മധ്യത്തിൽ പിണറായി വിജയനെ പോലുള്ള നേതാവിനെ വ്യക്തിപരമായി അപഹസിക്കുന്ന തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു ബോർഡ് വെക്കാൻ ഞങ്ങൾ നിർബന്ധിതമായത്. ആ നിലയിലേക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് തെറ്റായ തരത്തിലുള്ള സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്താൻ ഞങ്ങൾ സന്നദ്ധമാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ മൈലേജ് കുറയ്ക്കും വിധമുള്ള പോസ്റ്റർ അല്ലെങ്കിൽ ബാനർ നിങ്ങൾക്ക് വെക്കാം. അതിൽ പ്രതിഷേധിച്ച് മറുപടിയായി അത്തരം പോസ്റ്ററുകളോ ബാനറുകളോ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് അസഹിഷ്ണുതയാണ്, അതിൻ്റെ പേരിൽ സംഘർഷമാണ്. അതെന്താണ് അങ്ങനെ? അവർ മാറ്റുമ്പോൾ നിങ്ങളും മാറ്റണ്ടേ? നിങ്ങളത് മാറ്റുന്നില്ല, അതാണ് സംഘർഷത്തിന്റെ കാരണം. സഖാവ് പിണറായി വിജയനെ ഒരു തരത്തിലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാചകം പോലും ആ ബോർഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സഖാവ് പിണറായി വിജയനെ പോലുള്ള ഉന്നതന്മാരായിട്ടുള്ള ഉന്നത ശീർഷ നേതാക്കന്മാർക്കെതിരെ അത്തരത്തിൽ വെക്കാൻ പാടില്ല എന്ന സമീപനം തന്നെയാണ് KPCCക്കുള്ളത്. പക്ഷേ ഇവർ ചെയ്തെന്താണെന്നറിയോ? ഇന്ന് രാവിലെ 10 മണിക്ക് വന്ന് പഞ്ചിങ് നടത്തി അറ്റൻഡൻസ് ബുക്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇന്ന് യഥാർത്ഥത്തിൽ ഡ്യൂട്ടി ചെയ്യാതെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബോർഡ് വെച്ച പ്രകോപനം. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിനകത്ത് പോലീസിന് ന്യായമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഇവർ ഉണ്ടാക്കുകയായിരുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 501 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A 66E ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ശ്രേയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ഇതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയം വന്നപ്പോൾ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഹനിക്കാൻ പാടില്ലാത്ത കേസായതിനാൽ 66A എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഇന്ത്യൻ സുപ്രീം കോടതി എടുത്തു കളയുണ്ടായി. പക്ഷെ ഇവിടെ 66A എടുത്തു കളഞ്ഞെങ്കിലും 66 ക്ലിയർലി അഡ്മിറ്റഡ് ഈ കേസിൽ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? സഖാവ് VS അച്യുതാനന്ദൻ നേതൃത്വം കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. സഖാവ് VSന്റെ പാർട്ടി, സഖാവ് പിണറായി വിജയന്റെ പാർട്ടി ശ്രീനാരായണ ഗുരുദേവനെ കയറിൽ കെട്ടി വലിച്ച് കുരിശിൽ തറച്ച പാർട്ടി, അത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. രാകേഷ്, ഇത് കേൾക്കൂ. അതായത് ഈ തരമുള്ള വിമർശനം ഭരണാധികാരികൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ 66E ഈ ക്രിമിനൽ കുറ്റത്തിലെ
കുറ്റവകുപ്പിലെ 501 എന്നൊക്കെ ഈ തരത്തിൽ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ പറയുന്നത്. അതായത് ഈ നിലയ്ക്ക് വിമർശനം ഉന്നയിക്കുക അതിൻ്റെ നിലവാരം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഭരണാധികാരികളെ ഇത്തരത്തിൽ ആക്ഷേപഹാസ്യത്തിലൂടെ നേരിടാൻ പോയാൽ ഇങ്ങനെ ചില മറുപടികൾ കൂടി കാത്തിരിക്കുന്നുണ്ട് എന്ന സന്ദേശമുണ്ട് അതിൽ. അതുകൊണ്ട് മിതത്വം പാലിക്കുക. ഇവിടെ രാഷ്ട്രീയ കാലാവസ്ഥ എത്രത്തോളം മലീമസമായാലും പൊതുരംഗം എത്രത്തോളം മോശമായാലും നിങ്ങളുടെ വിമർശനം അതിരുവിടേണ്ടതില്ല എന്ന ന്യായം അത് യുക്തിഭദ്രമാണ്. വിമർശനം അതിരുവിടേണ്ടതില്ല എന്നുള്ള രീതിയിലല്ല. വിമർശനം എന്നത് എന്തിനു വേണ്ടിയാണായിരുന്നു ആ വിമർശനം എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ള രീതിയിലായിരുന്നു ആ വിമർശനമല്ല. അല്ലാതെ അതൊരു തിരുത്തൽ വിമർശനമായിരുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കാരണം ഒരു ആരോപണമാണ്, വെറുമൊരു ആരോപണം. ആ ആരോപണം തെളിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും കോടതിയുടെയും പല കമ്മീഷനുകളുടെയും മുമ്പിലിരിക്കുന്ന ഒരു ആരോപണം ഒരു ഉത്തരം കിട്ടുന്നതിന് മുമ്പ് അത് ഊഹിച്ച് അതിന് മുകളിൽ ട്രോളിംഗ് നടത്തുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് മാന്യതയല്ല. കാരണം ഓരോരുത്തരും മനുഷ്യരാണ്, ഓരോരുത്തർക്കും വ്യക്തിബന്ധങ്ങളുണ്ട്, കുടുംബമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇങ്ങനെ ട്രോൾ ചെയ്യുന്നത്. സത്യമായിട്ടും അത് നിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള പ്രസ്താവനകളോ തീരുമാനങ്ങളോ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിനെ വിമർശിക്കാവുന്നതാണ്. അത് ഭരണകൂടമായാലും വിമർശിക്കാവുന്നതാണ് എന്ന് തന്നെയാണ്. വിമർശനത്തിന് ആരും അതീതരല്ല എന്ന് തന്നെയാണ് ICUവിൻ്റെ നിലപാട്. അല്ല, ഇക്കാര്യത്തിൽ ICU ഇന്റർനാഷണൽ ചളു യൂണിയൻ എന്ന ട്രോൾ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഗ്രൂപ്പുകളിലൊന്നാണ്. നിങ്ങൾ അവിടെ കോടതിയിൽ പോയി തെളിഞ്ഞ് രേഖാപരമായ തെളിവുകളുള്ള കേസുകളിൽ മാത്രമേ നേതാക്കളെ വിമർശിക്കുന്നുള്ളൂ എന്നാണോ പറയാൻ വരുന്നത്? സത്യത്തിൽ ഗ്രൂപ്പ് പേജും രണ്ടാണ്. ഗ്രൂപ്പിൽ 1,00,000-ലധികം മെമ്പേഴ്സ് ഉണ്ട്. ഇവർ പലരും തെളിവാത്ത കാര്യങ്ങൾ, തെളിവില്ലാത്ത കാര്യങ്ങളും മറ്റും പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ അഡ്മിൻ പാനലിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് അതിന് എന്തെങ്കിലും രീതിയിലുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ അത് പേജിലേക്ക് അപ്രൂവ് ചെയ്യാറുള്ളൂ. ഈ പേജിൽ വന്നതാണ് ഞങ്ങളുടെ ICUവിൻ്റെ നിലപാടായിട്ട് ഞങ്ങൾ മുൻപിലേക്ക് വെക്കുന്നത്. ഗ്രൂപ്പിലുള്ളത് പലതും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടും മറ്റും പലരും പിന്നീട് ഉപയോഗിക്കുന്നത്. പേജിൽ വന്നിട്ടില്ലാത്ത പോസ്റ്റാണെങ്കിൽ സത്യത്തിൽ ICUവിൻ്റെ അഡ്മിൻ പാനലിൻ്റെ നിലപാടായി അത് കാണാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ശ്രീ ബിജുക്കുട്ടൻ. ഇക്കാര്യത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, നിങ്ങൾ വെച്ച ബോർഡ്, അതിൻ്റെ മെറിറ്റിലേക്ക് രണ്ടാമത് പോകാം. ഇന്ന് രാവിലെ ടെലിവിഷൻ ചാനലുകളെല്ലാം തത്സമയ സംപ്രേഷണമാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജീവനക്കാർ പരസ്പരം ബഹളം വയ്ക്കുന്നു, കയ്യേറ്റ ശ്രമം നടത്തുന്നു, അവിടെ പോലീസ് വന്ന് ഇടപെടുകയാണ്. എന്തിന്? നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പേരിൽ വെച്ച പോസ്റ്ററുകളെയും ബാനറുകളെയും ചൊല്ലി നിങ്ങൾ തർക്കമുണ്ടാക്കുകയാണ്. ഔദ്യോഗിക വൃത്തിയിൽ ഏർപ്പെടേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ സമയത്ത് ആളുകൾ നിങ്ങളെ കാത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കേവല രാഷ്ട്രീയം പറഞ്ഞ് ഫ്ലെക്സിനകത്തെ കണ്ടന്റിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഈ തരത്തിൽ ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി തെരുവിൽ കിടന്ന് തല്ലുണ്ടാക്കാൻ, അവിടേക്ക് പോലീസിനെ വരുത്തിച്ച് ഇതൊക്കെ എടുത്തു മാറ്റി ഇല്ലാതാക്കാൻ? ജനങ്ങൾ എന്താണ് കരുതുക നിങ്ങളെക്കുറിച്ച്? വ്യക്തമായും ഇതിന് ഉത്തരവാദി സർക്കാരാണ്. സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റ് അനുകൂല ഭരണാനുകൂല സംഘടനകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവത്തിൽ ഉത്തരവാദികൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബോർഡ് സംബന്ധിച്ച് ഇന്ന് സ്ഥാപിച്ചതിന് ശേഷം ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ കൈകാര്യം ചെയ്യുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പണി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂലികളെല്ലാം കൂടെ സംഘടിച്ച് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ വ്യക്തമായ തരത്തിൽ ചോരപ്പുഴ ഒഴുക്കാനായിരുന്നു ഉദ്ദേശം. സെക്രട്ടറി ഇതുമായി വസ്തുതാപരമായ കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു പ്രകോപനപരമായ സമീപനം എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കോഫി ഹൗസിന്റെ പരിസര പ്രദേശത്ത് നിന്നുകൊണ്ട് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ആദ്യം മുദ്രാവാക്യം മുഴക്കിയത് ഞാൻ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടന ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ്. ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷനായ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഒരു നേതാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മുദ്രാവാക്യം വിളി ആരംഭിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടനം നടത്തിയത് കോൺഗ്രസ് അനുകൂലികളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രബലമായ സംഘടന എന്നുള്ള രൂപത്തിൽ, പാലിക്കപ്പെടേണ്ടുന്ന മര്യാദ അറിയാവുന്ന സംഘടന എന്നുള്ള രൂപത്തിൽ, ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം വ്യക്തമായ തരത്തിലുള്ള വ്യവസ്ഥാപിതമായ ബോധം ഉള്ള സംഘടന എന്നുള്ള രൂപത്തിൽ പരമാവധി ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഈ പറയുന്ന നേരത്തെ സംഘർഷാവസ്ഥയിലേക്ക് പോരുന്നുള്ള രൂപത്തിൽ വ്യക്തമായ ദൂരക്കാഴ്ചയോടുകൂടി വ്യക്തമായ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കാർട്ടൂണുകൾ ഞങ്ങൾ ഫ്ലെക്സ് ആക്കി സ്ഥാപിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഇവരുടെ വാദം. സോഷ്യൽ മീഡിയയിൽ ഇതും ഇതിനപ്പുറം അതിര് കടന്നതുമായ
ആക്ഷേപഹാസ്യം ഉണ്ടാവുന്നുണ്ട്. സരിത, ഉമ്മൻചാണ്ടി, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ എന്നൊക്കെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് വിമർശനങ്ങൾ ഈ തരത്തിൽ അതിരുവിടരുത്, ഈ തരം സീമകൾ ലംഘിക്കരുത് എന്നൊക്കെ നമുക്ക് പറയാം, ന്യായവുമാണത്. പക്ഷേ ഈ നിലയിൽ വിമർശിക്കപ്പെടാൻ തക്ക വിധത്തിൽ കാര്യങ്ങളെ മലീമസമാക്കുന്നതിൽ ഓരോ ദിവസവും സർക്കാരിൻ്റെ പങ്കും ചെറുതല്ലല്ലോ. തമ്പാനൂർ രവിയൊക്കെ ഓരോ ദിവസവും വിഷയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഈ തരത്തിൽ വിമർശിക്കാൻ. കാരണം വേണ്ടുവോളം ഉണ്ടാക്കിയിട്ട് വിമർശനം മിതമായി മതി എന്ന് വാദിക്കുന്നത് നടക്കുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനുശേഷം നടന്ന ഭരണകൂടത്തിന്റെ കാലത്തുമൊക്കെ ഈ കാർട്ടൂണുകൾക്ക് ഏത് പരിധിവരെ ആകാം എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പിന്നെ പോസിറ്റീവായ ഒരു തരത്തിലുള്ള ഒരു വിമർശനം കാർട്ടൂണിന്റെ രൂപത്തിൽ വരുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷെ ഇവിടെ നടക്കാത്തൊരു സംഭവത്തിന്റെ പേരിൽ കേരളത്തിൽ 14 തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളിനെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജനകീയനായ പാവപ്പെട്ടവന്റെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ഒരു പോസ്റ്റർ അടിക്കുക, അതിന്റെ താഴെ കപ്പിയാരെ മണി എന്ന് എഴുതി വെക്കുക, എന്നിട്ട് അതുകൊണ്ട് വന്ന് സ്ഥാപിക്കുക, എടുത്ത് മാറ്റാൻ പറയുമ്പോൾ ബഹളം വെക്കുക, തന്റെ മുമ്പിൽ ഫയലിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾ സെക്രട്ടേറിയറ്റിൽ മണിക്കൂറുകളെല്ലാം കയറി നിൽക്കുമ്പോൾ അവരുടെ ഫയലുകളിൽ ഒന്ന് ഒപ്പ് ചേർത്താൻ വേണ്ടി അവർ ക്യൂ നിൽക്കുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ സെക്രട്ടേറിയറ്റിന്റെ പുറത്തിറങ്ങി ഉന്തും തള്ളുമുണ്ടാക്കുന്ന ഈ ആളുകൾ ഇന്നത്തെ ശമ്പളവും വാങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നേ ദിവസത്തെ ശമ്പളവും കൂടി വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇവരെ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയത്തിൽ ഏത് പരിധിവരെ ഇടപെടാം എന്നതിനെ സംബന്ധിച്ച് പോലും നിരവധി ചർച്ചകൾ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാവണം. സ്വാതന്ത്ര്യദിന പരേഡ് നടത്തുന്നതൊക്കെ നമ്മളെ സലീമിന്റെ വർത്തമാനം കേട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും സരിതയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായതാണല്ലോ. പിന്നെ എന്തിനായാലും ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിന്റെ ഫലമാണ്. അഴിമതി ആരോപണങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരായി ഉയരുന്ന ആക്ഷേപഹാസ്യങ്ങൾ അതിരുവിടുന്നുവോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിനുള്ള ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 39.39% പേർ വിമർശന ശൈലി അതിരുവിടുന്നുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ 60.61% പേർ നിലവിലെ വിമർശനങ്ങൾ ഉമ്മൻചാണ്ടി അർഹിക്കുന്നതാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒപ്പം ശ്രീ ബിജുക്കുട്ടൻ, BRM ഷഫീർ, രാകേഷ്, ഒരിക്കൽ കൂടി നന്ദി. ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു. നമസ്കാരം.